ആ കൈ തുടങ്ങണ്ട കേട്ടോ, തുടങ്ങണ്ടല്ലോ. ഓക്കെ അല്ലേ? ആ ഇട്ടാ ആ അല്ല ഇത് ഇനി പൊട്ടി പുക അറിയുമ്പോൾ അടയുമ്പോഴാണല്ലേ പൊളിക്കുക. ആ ഹലോ ബഡീസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജറാദ് പോൾ. അതായത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന അതിഥി എന്ന് പറഞ്ഞാൽ യമഹയുടെ ഒരു വജ്രായുധം എന്ന് വേണമെങ്കിൽ പറയാം. യമഹയുടെ വണ്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. പഴയ 2 സ്ട്രോക്ക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ വിൽക്കുമ്പോൾ ചിലപ്പോൾ വിജയിക്കണമെന്നില്ല, പിന്നീട് കുറച്ചൊന്ന് താഴും, അതിന് ശേഷം പിന്നെ ഒരു ചാട്ടം ചാടും അവർ. അതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നത്തെ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വിറ്റ വിലയേക്കാളും 5 ഇരട്ടിയൊക്കെ മുകളിൽ പോകും, ചിലപ്പോൾ 10 ഇരട്ടി പോയി ചരിത്രമുണ്ട്. അങ്ങനത്തെ വണ്ടികളാണ് യമഹയുടെ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട യമഹയുടെ ഒരു വജ്രായുധം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിഡിലൻ സംഭവം. നമ്മൾ നേരെ ആ വണ്ടിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ആ യമഹയുടെ വജ്രായുധം അതിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. ഇതാണ് ആ മുതൽ യമഹ RX 135 ഒറിജിനൽ 5 സ്പീഡ്. ഒരു കളങ്കില്ലാത്ത പക്ക മുഴുവൻ സ്റ്റോക്ക് അല്ലെങ്കിലും ഒരു 75% സ്റ്റോക്ക്. കുറച്ച് ആൾ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ടയറൊക്കെ ഒന്ന് ചെറുതാക്കി, പിന്നെ ഷോക്ക് അബ്സോർബറൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും സിലിണ്ടർ, പിസ്റ്റൺ, കാർബറേറ്റർ, മറ്റെല്ലാ സംഭവങ്ങളും ഒറിജിനാലിറ്റി തന്നെ കീപ്പ് ചെയ്യുന്ന നല്ലൊരു സ്റ്റോക്ക് പീസ് വണ്ടി. അപ്പോൾ 135 5 സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മാത്രമാണ് കമ്പനി ഇതിനെ ഇറക്കിയത്. ഈ 5 സ്പീഡ് ജനനം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 100 ഒക്കെ ആയിരുന്നു കുറച്ച് മുമ്പത്തെ ഇവരുടെ വണ്ടികൾ. അതായത് RD ഒക്കെ ഇറക്കി, പക്ഷേ അതൊന്നും അത്രയും അങ്ങോട്ട് സ്വീകാര്യത വന്നില്ല. കാരണം മൈലേജ് ഇല്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവാങ്ങിയെങ്കിൽ പിന്നീട് സംഭവമായി മാറി. പക്ഷേ അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് യമഹയ്ക്ക് മനസ്സിലായി അങ്ങനത്തെ സ്പീഡ് വണ്ടിയല്ല വേണ്ടതെന്ന് വെച്ചിട്ട് അവർ ഒരു 100 കൊടുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 135 സീരീസൊക്കെ വന്നു. അതൊക്കെ 4 സ്പീഡായിരുന്നു. പിന്നെ അവർക്ക് ഒരു 5 സ്പീഡ് വേണം എന്നൊരു ഇത് വന്നപ്പോഴാണ് ഇത് 5 സ്പീഡായിട്ട് ഇറക്കി. 135 5 സ്പീഡ് 2 വർഷം ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ വിൽപ്പന നടത്തി നല്ലൊരു വിജയം കൈവരിച്ചൊരു വണ്ടിയാണ് ഈ 135 5 സ്പീഡ്. അപ്പോൾ ഈ 135 അതായത് 5 സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറിജിനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റിലേക്ക് നമ്മൊന്ന് പിച്ചലാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് കേരള വണ്ടിയാണെങ്കിൽ ഉടമസ്ഥൻ പറയുന്ന റേറ്റാണ്. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഞാൻ ഇതൊക്കെ ജസ്റ്റ് എൻ്റെ കയ്യിൽ വന്നതാണ്. അന്നൊരു 35 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാറി 50 1 120 140 170 ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ 5 സ്പീഡിനൊക്കെ. കേരള വണ്ടിക്കാണെങ്കിൽ ഇപ്പോൾ അതിൽ ഉടമസ്ഥനൊക്കെ ആവശ്യപ്പെടുന്ന റേറ്റ്. ഇപ്പോൾ ഓയിലക്സൊക്കെ ഞാൻ നോക്കിയപ്പോൾ 2 ലക്ഷമൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ റീവണ്ടി ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കുറഞ്ഞ് കിട്ടും. എന്നാലും ഇപ്പോൾ ഈ 5 സ്പീഡ് ഫുൾ കിറ്റ് സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ ഈ 5 സ്പീഡുകൾ ഒരു സെഡ് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം 5 സ്പീഡ് ഉണ്ട്. ഇവരുടെ 2 അതിനെ നമുക്ക് ബ്രഹ്മാസ്ത്രം എന്ന് പറയേണ്ടി വരും. അത് വേറൊരു സംഭവം. അത് ചിന്തിക്കേണ്ട, അത് ഒരു രക്ഷയില്ലാണ്ട് പോയി. ഇനിയൊരു 5 സ്പീഡിൽ നമുക്കൊരു സാധാരണക്കാർക്ക് ഒരു വണ്ടി പ്രേമിക്കുക, അത് 2 സ്ട്രോക്ക് യമഹ പ്രേമിക്കൊക്കെ കൈകാര്യം ചെയ്യാവുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു അപരനുണ്ട്. അപരൻ എന്ന് പറഞ്ഞാൽ ഈ 135 തന്നെ, അതായത് ടൈഗർ ജി അങ്ങനത്തെ സാധനത്തിനൊക്കെ പിടിച്ച് കിറ്റ് കയറ്റിയിട്ട് ഈ സംഭവം ആക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൻ്റെ അത്ര പെർഫോമൻസ് കിട്ടില്ല. ഒറിജിനൽ തന്നെയാണ്. എങ്കിലും ഈ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇതിൻ്റെ സൈഡിലെ 2 കവർ, എൻജിൻ കവർ വാങ്ങിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്പീഡ് പോലെയൊക്കെ തോന്നിക്കും. പക്ഷേ അറിയുന്നവനറിയാം ഇത് ഒറിജിനലല്ല, ഇത് കൺവെർട്ട് ചെയ്തതാണ്. എങ്കിലും അത് മോശമല്ല, അതിന് മൈലേജ് കൂടുതലായിരിക്കും. പക്ഷേ പെർഫോമൻസ് അത് ഈ ഒറിജിനൽ തന്നെ ഉള്ളൂ. ഇപ്പോൾ 135 5 സ്പീഡ്, അത് ഈ 5 സ്പീഡുമാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു സൈലൻസർ, ക്യാറ്റ് സൈലൻസർ എന്ന് പറയും. ഇതൊരു മാരക സംഭവം. അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ഇതുണ്ടായാലാണ് ഇവൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. ഇതുമേന്ന് അവർ ഇതിൻ്റെ വ്യത്യാസങ്ങൾ ആരംഭിച്ചു. 134 സ്പീഡുമേന്നുള്ള വ്യത്യാസങ്ങൾ ഇതുമ്പോൾ ഇവിടെ തുടങ്ങി. പിന്നെ കാർബറേറ്റർ, അത് നല്ലൊരു വ്യത്യാസമുള്ള കാർബറേറ്റർ വന്നത്. അതായത് 4TL20 എന്ന് പറയുന്നൊരു കാർബറേറ്ററാണ് ഇവർ ആദ്യമായിട്ട് ഇതിന് വെച്ച് നല്ല പെർഫോമൻസോടുകൂടി വന്നത്. പിന്നെ സിലിണ്ടറും മറ്റേ എൻജിൻ്റെ കേസ് അതൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി. സൈഡിൽ 5 സ്പീഡിന് ഈ ക്ലച്ച് കവർ അവിടെ ഭയങ്കരമായൊരു വ്യത്യാസം വരുന്നത്. ഒരു പ്രൊജക്ഷൻ, അതായത് ഒരു ആര പോലെ നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉള്ളൊരു സംഭവം വന്നു. അതിൻ്റെ വ്യത്യാസം ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് 4 സ്പീഡും ആൾക്കാർ കയറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സിലിണ്ടറിലേക്ക് നോക്കാം. അതിനൊരു വ്യത്യാസമുണ്ട്.
അപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിലേക്ക് നമ്മൾ പോവാണ്. സിലിണ്ടറിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇത് E1 സീരീസ് അതുപോലെ E2 സീരീസ് രണ്ടും വന്നിരുന്നു. 4TL10 എന്ന് പറയുന്ന ഒരു നമ്പറോട് കൂടിയാണ് ഇതിൻ്റെ സിലിണ്ടർ വരുന്നത്. അതാണ് 5 സ്പീഡിൻ്റെ ഒരു സിലിണ്ടറായിട്ട് കമ്പനി കൊടുത്തത്. അത് നല്ല പെർഫോമൻസ് കൂടുതലാണ്, 4 സ്പീഡിനേക്കാളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മൈലേജ്, ഇത് 5 സ്പീഡ് ആയതുകൊണ്ട് തന്നെ പവറുള്ള എഞ്ചിനാണ്, അതുകൊണ്ട് മൈലേജും ഇത്തിരി കുറവാണ് 4 സ്പീഡിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ നമ്പർ അതെ 1L7, 5 സ്പീഡൊക്കെ അതുമേ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചേസ് നമ്പറും ഈ 1L7 തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു 5 സ്പീഡിനെ സെലക്ട് ചെയ്യാൻ. ഒറിജിനലാണോ എന്ന് അറിയാനുള്ള കുറേ കാര്യങ്ങളാണിത്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു 5 സ്പീഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ. കാരണം കണ്ടമാനം കള്ളത്തരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറേ വണ്ടികൾ ചതിക്കപ്പെട്ട് വരുന്നുണ്ട്. കുറേ പേര് 5 സ്പീഡ് അതായത് കൺവെർട്ട് ചെയ്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ ചതികൾ ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. കാരണം ഭയങ്കര റേറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ 5 സ്പീഡ് ഇതിൻ്റെ ഉടമസ്ഥൻ ഒറിജിനാലിറ്റി ഒരു പരിധി വരെ കീപ്പ് ചെയ്യുന്നുണ്ട്. SD-യുടെ വീല് ബാക്കിലിട്ടു ഒന്ന് ജസ്റ്റ് താഴുമ്പോൾ ഫ്രണ്ട് കുറച്ച് പൊന്തിക്കണ തോന്നും. അപ്പോൾ വണ്ടിക്ക് യമഹയുടെ ഒരു സ്റ്റൈൽ വരും. പിന്നെ മോട്ടോഡിയുടെ ടയറാണ് ആൾട്ടാണ്. ഫ്രണ്ട് വീല് 18 വരുന്നത്, ബാക്കും അതെ 18 തന്നെ വരുന്നത്. പക്ഷേ ഇത് SD ആക്കിയതുകൊണ്ട് ചെറിയ വ്യത്യാസം വന്നു. പിന്നെ മഡ്ഗാർഡ് സ്റ്റീൽ നല്ല രീതിയിൽ ക്രോമിയം ചെയ്യുകയാണെങ്കിൽ പക്കിയായിരിക്കും. പിന്നെ ഷോക്ക് അബ്സോർബർ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർബർ തന്നെ. പിന്നെ ഇൻഡിക്കേറ്റർ ഇത് 100ൻ്റെ പോലെ എല്ലാത്തിനും കൂടി വ്യത്യാസമുണ്ട്, 2 വരും. പിന്നെ നമുക്ക് ഇവിടേക്ക് വരാണെങ്കിലാണ് ഇതിൻ്റെ ചാവി, സ്പീഡോമീറ്റർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒക്കെ 100ൻ്റെ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഹൈ ബീം, ലോ ബീം അതൊക്കെ ഇതിൽ കാണിക്കുന്ന സംഭവം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ വരുന്നത്. ഹോൺ, അതുപോലെ ചോക്ക്, ലൈറ്റിൻ്റെ, അതുപോലെ ഇൻഡിക്കേറ്റർ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിലാണ് ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത്, ഈ സൈഡിലാണ്. പിന്നെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഈ ഒരു ഗ്രാഫിക്സ് കണ്ട, ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഇത് 5 സ്പീഡിന് വേണ്ടി കമ്പനി പ്രത്യേകം ഉണ്ടാക്കിയ സാധനമാണ്. ഇത് വെച്ച് അടിച്ചിട്ടാണ് ആൾക്കാർ 135നെ പിടിച്ച് 5 സ്പീഡാക്കുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരം 5 സ്പീഡായി എന്നാണ്. പക്ഷേ അതല്ല, കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതെ ഇവിടെ ഇതിൻ്റെ പെട്രോൾ ടാപ്പൊക്കെ വരുന്നു. പിന്നെ അതെ ഇത് തന്നെ ഞാൻ പറഞ്ഞ മറ്റേ ഈ എൻജിൻ സൈഡിൻ്റെ ഈ സൈഡിലെ കവറ് 5 സ്പീഡിന് വ്യത്യസ്തമാണ്. പിന്നെ എൻജിൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ സീരീസ് അതൊക്കെ പറഞ്ഞു. 2 സ്ട്രോക്ക് എയർ കൂൾഡ് 133 cc ഉള്ള ഒരു പവർഫുൾ എൻജിനാണ് കേട്ടോ ഇതിന് വരുന്നത്. പക്ക സാധനം. യമഹയുടെ എൻജിനാണ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അത്ര സ്റ്റോക്ക്. പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ ഓയിൽ ഒഴിക്കുന്ന ടാങ്കാണ്. അത് എല്ലാ വണ്ടിയിലും വർക്ക് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ വർക്കിംഗ് അല്ല, പെട്രോളിലാണ് മിക്സ് ചെയ്യണേ. പിന്നെ അതെ 5 സ്പീഡ് എന്നുള്ള സ്റ്റിക്കർ ഈ ഇതേ കണ്ട, ഈ ഒരു സ്റ്റിക്കറും വെച്ചിട്ടാണ് പിള്ളേർ സെറ്റ് 135 4 സ്പീഡിന് 5 സ്പീഡാക്കുക. പിന്നെ നേരെ ബാക്കിലേക്ക് വരാണ് സാരി ഗാർഡ്. പിന്നെ അതെ 5 സ്പീഡിൻ്റെ ഗിയർ ലിവർ 5 എണ്ണം ഇടേണ്ട വലിയൊരു സംഭവമായ ഗിയർ ലിവർ യമഹ ആദ്യമായിട്ട് ഇതുമ്മയാണ് തുടങ്ങിയത്. പിന്നെ സെഡ് 5 സ്പീഡിൽ തുടങ്ങി ഈ സംഭവം കേട്ടോ. ഇതൊക്കെയാണ് ഈ സൈഡിൽ എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ടാങ്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. ഈ സ്റ്റിക്കർ വർക്കൊക്കെ വരുമ്പോൾ ഇതൊരു രക്ഷയില്ല. നമ്മളിതിൽ പെട്രോൾ ഒഴിക്കുമ്പോൾ 10.5 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. ഇതിൽ പെട്രോൾ ഒഴിച്ചതിന് ശേഷം പമ്പ് വർക്കിംഗ് അല്ലെങ്കിൽ ഓയിൽ മിക്സ് ചെയ്യണം. കുറേ വണ്ടികൾ ഇപ്പോഴും പമ്പ് വർക്കിംഗ് ആണ്. പക്ഷേ പമ്പ് കളയുന്നതാണ് നല്ലത്. എങ്ങാനും വല്ല ഇതുകൊണ്ട് നന്നാവാണ്ടിരുന്നാൽ, അതായത് പമ്പ് വർക്ക് ചെയ്യാതിരുന്നാൽ അപ്പം പിസ്റ്റൺ കയറി പിടിച്ച് സിലിണ്ടർ നശിക്കും. നമുക്ക് അങ്ങനെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 132 cc ഉള്ള ഈ എൻജിൻ 14 bhp കരുത്താണ് നമുക്ക് തരുന്നത്. 7500 RPM ഉണ്ട്. പിന്നെ 12.5 Nm ടോർക്കും തരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തൊഴിക്കാന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ്, ഒരു 120 സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റും. പക്ഷേ കൺട്രോളിങ് വെയിറ്റ് ഇത് 116 കിലോ ആണ് ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ സാധനത്തിന് ഓടിപ്പിക്കണം. അല്ലെങ്കിൽ കുറേ ആക്സിഡൻറ്റുകൾ ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, പറയാതെ വയ്യ. ബ്രേക്കിങ്ങൊക്കെ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പനി കൊടുത്ത ബ്രേക്ക് പോരാ. കുറേ ഡിസ്കൊക്കെ കയറ്റി ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുറേ പേര് ബാക്കിൽ കയറ്റാറുണ്ട്, ഫ്രണ്ടിൽ കയറ്റാറുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഓടിക്കേണ്ട ഒരു വണ്ടിയാണ് ഈ 5 സ്പീഡ്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് വരാണെങ്കിൽ ഈ ക്യാറ്റ് സൈലൻസർ തന്നെ എടുത്ത് പറയുന്നൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ അവർ മാറ്റി. പിന്നെ SD വീലാക്കി, ഇതിൻ്റെ ഒറിജിനലല്ല SD ആക്കി. എനിക്ക് എപ്പോഴും ഒറിജിനൽ സ്റ്റോക്കാണ് ഇഷ്ടം. അത് ഇത് SD ആക്കൽ യമഹയുടെ ഒരു കോമൺ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം. നല്ല സ്റ്റൈൽ വരും. പിന്നെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, പിന്നെ ഒരു ക്യാരിയർ. പിന്നെ യമഹയുടെ ഈ സീറ്റ് ഇത് ഒരു 135 5 സ്പീഡിൻ്റെ ഒരു സ്പെഷ്യൽ സീറ്റാണ്. 135നൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരി ഒതുങ്ങിയ സീറ്റാണ്.
പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണമെങ്കിൽ ഒരു ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു ബോക്സാണ്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാം വേണ്ടിയിട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ ഗീർ ഓയിലൊക്കെ ഒഴിക്കാനുള്ളൊരു സ്ഥലം ഇതാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് എഞ്ചിൻ ഓയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എഞ്ചിൻ ഓയിലായിട്ടൊരു സംഭവം ഒന്നും ഇതിനില്ല. നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കണം, പെട്രോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടോട്ടാലിറ്റി ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. നമ്മൾ വീണ്ടും പറയുന്നു, ക്യാറ്റ് സൈലൻസർ ഇതൊരു മാരക സംഭവമാണ്. ഇത് കുറേ കഴിയുമ്പോൾ പൊളിക്കണം, കാരണം തടസ്സം വരും. ഇത് പൊളിച്ച് പണിതില്ലെങ്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലെ തടസ്സമൊക്കെ മാറ്റിയില്ലെങ്കിൽ പുക തടഞ്ഞ് തിരിച്ച് സിലിണ്ടറിലേക്ക് ചെന്ന് അത് പിന്നീട് പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് പണികൾ തരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പൊളിച്ച് നല്ല രീതിയിലെല്ലാം ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടൊക്കെ പോകും. കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെടുന്നാലും തടസ്സം വന്നാൽ ഇത് പൊളിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ സൈലൻസർ മാറ്റുക. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. ശരിക്കും പറഞ്ഞാൽ യമഹ ഈ സൈലൻസറിന് 40,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ആയുസ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മാറണം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതങ്ങനെ പെട്ടെന്ന് മാറാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൊളിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അടഞ്ഞ സൈലൻസർ ഒരിക്കലും ഉപയോഗിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാറ്റ് സൈലൻസറിനെ കുറിച്ച് പറഞ്ഞല്ലോ, സൗണ്ട്. അപ്പോൾ സൗണ്ട് ഞാൻ കേൾപ്പിക്കാൻ പോവാം. ഇത് പൊട്ടിക്കാത്ത ക്യാറ്റാണ്. ഇത് പൊട്ടിക്കാത്ത ക്യാറ്റ് ഇപ്പോൾ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഓടി തടഞ്ഞ് പുക തടഞ്ഞ് കാർബണൊക്കെ അടിഞ്ഞ് എല്ലാവരും കൊണ്ട് പൊട്ടിക്കണം. മൈസൂരൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ച് തരുന്ന സ്ഥലമുണ്ട്, കുറേ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ ക്യാറ്റ് ഇത് അധികം കിലോമീറ്ററൊന്നും ആയില്ല, ഇതിങ്ങനെ ഒത്തു കിട്ടി. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ഈ ഒരു ക്യാറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഇത്ര ദൂരെ വന്ന് റിവ്യൂ ചെയ്യുന്നത്. അത്ര നല്ല സൗണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സാധനം സ്റ്റാർട്ടാക്കി ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ.